ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചതാണ്. ഒരു 1/4 മുറി തേങ്ങ, അതിലേക്ക് 1/2 സ്പൂൺ ജീരകം, 3 ചുമന്നുള്ളി, ഒരു പകുതി തണ്ട് വേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്താണിത്. ഇത് കടുക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കപ്പപ്പുഴുക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ചട്ടി ചൂടായി നമുക്കതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് 1 സ്പൂൺ, വേപ്പില. നമ്മൾ പകുതി തണ്ട് വേപ്പില ഈ അരപ്പിൽ ചേർത്തിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ താളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് അരയ്ക്കാൻ നേരത്ത് പച്ചമുളകും ചേർത്ത് തേങ്ങയിൽ അരയ്ക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ അരപ്പ് നന്നായിട്ട് ഈ കപ്പയിൽ ചേർത്ത് പിടിക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കയൊക്കെ പുഴുക്ക് വയ്ക്കും, അല്ലെങ്കിൽ ചേമ്പും ചേനയും തകരയും എല്ലാം ചേർത്ത് പുഴുക്ക് വയ്ക്കാറുണ്ട്. ഇത് കപ്പ മാത്രം ആയിട്ടുള്ളൊരു പുഴുക്കാണ്. ഈ കപ്പയ്ക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ പുഴുക്ക് റെഡിയായി. ചാറ് നന്നായിട്ട് കപ്പയിൽ പിടിച്ചിട്ടുണ്ട്. കപ്പ വാങ്ങുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ വിഭവങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.